ഇത് ചെറിയ ജീരകം. ഇതാണ് ഗൈസ് ചെറിയ ജീരകം, അതായത് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജീരകം അല്ലേ. കറികൾക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് ഓൾമോസ്റ്റ് വെള്ളം തിളപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ക്യൂമിൻ എന്നാണ് കേട്ടോ. നമുക്ക് 3 തരം ജീരകങ്ങളുണ്ട് ഓൾമോസ്റ്റ്. ഇന്നത്തെ കൊണ്ട് ആ സംശയം തീരണം. അടുത്തതാണ് നമ്മുടെ ഇറച്ചി ജീരകം. ജീരകത്തിൽ ഏറ്റവും വലുത് ഫെനൽ എന്ന് പറയും ഇംഗ്ലീഷിൽ കേട്ടോ. ഈ ഐറ്റം ഇവൻ നമുക്ക് സുപരിചിതനാണ്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണതാണ്. ഇറച്ചിക്കൊക്കെ ഇവൻ ഇല്ലാണ്ട് ഒരു ഫീൽ ഗുഡ് കിട്ടൂല. സോ ഇത് ഇറച്ചി ജീരകം എന്നും പറയും, ഫെനൽ എന്നും പറയും. ഇനി അടുത്ത ഒരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ട, ഇവനാണ് അടുത്തത്. ജീരകങ്ങളിൽ ഏറ്റവും ചെറുത്. ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവനില്ലാണ്ട് ഹൈദരാബാദ് ഡിഷില്ല. ഹൈദരാബാദ് ബിരിയാണിയുടെ ഏറ്റവും കീ ഇൻഗ്രീഡിയൻസ് ആണ് ഇവനാണ് സഹജീര. ഇവൻ്റെ പേര് സഹജീര എന്ന് പറയും. അപ്പം ഇനി തെറ്റിപ്പോരുന്നത് 3 തരം. എന്താണ്, എനിക്ക് നല്ല സംശയം ഓർന്ന് പെണ്ണുമ്പുള്ളയാണ്. പെണ്ണുമ്പുള്ളായിട്ട് തറക്കാൻ വന്നപ്പോഴാണ് പിന്നെയാണ് ആലോചിച്ചത് ഇതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ 3 തരം ജീരകങ്ങൾ: സഹജീര, പിന്നെ നമ്മുടെ ഇറച്ചി ജീര, പിന്നെ നമ്മുടെ വെള്ളം തിളപ്പിക്കുന്ന ജീര. ഓരോ നാട്ടിലും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. യോമാര വെച്ചുള്ള കറികൾക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ ജീരകത്തിനൊക്കെ ബിരിയാണിയുടെ കീ ഇൻഗ്രീഡിയൻസ് ആണ് ഹൈദരാബാദ് ബിരിയാണിയുടെ. ഇവനില്ലാണ്ട് ഒരു പണി നടക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വലിയ ജീരകം, ഇറച്ചി ജീരകം. നമുക്കതില്ലാണ്ട് ഇറച്ചി വെക്കാനും പറ്റില്ല. അപ്പോൾ 3 തരം ജീരകങ്ങൾ.